ട്രാവൽ കുനി അതെ കാശ്മീർ തന്നെയാണുള്ളത്. നമ്മൾ ഷാലിമാർ ഗാർഡൻ കാണാൻ വന്നിരിക്കുകയാണ്. ഷാലിമാർ ഗാർഡന്റെ ടിക്കറ്റ് കൗണ്ടറാണ്. 24 രൂപയുള്ളൂ ടിക്കറ്റ്. നമ്മൾ മുഗൾ ഗാർഡൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മളുടെ ഇവിടുത്തെ കാശ്മീരി പെൺകുട്ടികൾ കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരായിട്ട് പരിചയപ്പെട്ടപ്പോൾ അവർ ഒരു കാര്യം ചെയ്യുന്നത് ട്രാവൽ ഗുനിയ എന്ന് അവർ മേപ്പിൾ ലീഫിൻ്റെ നമ്മൾ ട്രാവൽ ഗുനിയൻ്റെ ആ സിമ്പിളിൻ്റെ ആ ഇല പോലത്തെ ഒരു ഇലയിൽ എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ് അവർ ചെയ്യുന്നത് നോക്കാം. ഈ 3 കുട്ടികളാണ് നമ്മളുടെ ട്രാവൽ ഗുനിയയുടെ എംബ്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർ കഷ്ടപ്പെട്ടിട്ട് ഇതാ കറക്റ്റാക്കിയിട്ട് നമ്മൾ ട്രാവൽ ഗുനിയ എന്നിവിടെ ഒട്ടിച്ച് വെക്കുകയാണ്. അച്ഛാ സൂപ്പർ സൂപ്പർ. ഇത് ഇവർ ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചൊരു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി തരും. നമ്മൾ ട്രാവൽ ഗുനിയാണ് എഴുതിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ പലതരത്തിലുള്ള എഴുത്തുകൾ നമുക്ക് ചെയ്യിക്കാം. ട്യൂട്ടർ ബോർഡ് ഉണ്ട്, കപ്പിൾസിൻ്റെ പേര് എഴുതിക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. നമ്മളിത് കുറച്ചെണ്ണം അധികം ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഷാലിമാർ ഗാർഡനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ തന്നെയാണ് ഇവരുള്ളത്. സോ ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുത്ത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 12 ടിക്കറ്റ്, അഡൽറ്റിന് 24. ഇതാ ഷാലിമാർ ഗാർഡൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് ഷാലിമാർ ഗാർഡൻ. മുഗൾ രാജവംശം നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് മുഗൾ ഗാർഡൻ എന്നും കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ ചെറിയൊരു കവാടാണ്. അത് കടന്ന് നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കണ്ണെത്താ നോക്കെത്താ ദൂരത്തോളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഹിമാലയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ അതിലാണ് ഈ ഷാലിമാർ ഗാർഡൻ നിൽക്കുന്നത്. അയ്യോ ഇതാണ് ഷാലിമാർ ഗാർഡനേക്കാളും ഇതിന് ഭംഗി കൂടുതൽ കൊടുക്കുന്ന ഹിമാലയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആട്ടോ. നോക്കിയ മുകളിൽ ദൂരെ മഞ്ഞ് വീണ് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. പുരാതനമായിട്ടുള്ളൊരു കെട്ടിടമാണ് ഷാലിമാർ ഗാർഡൻ്റെ അകത്ത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് മണ്ണുകൊണ്ട് ആണ് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത്. മണ്ണുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇഷ്ടിക, മരം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ റിനോവേഷൻ പ്രോസസ്സ് സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പില്ലറിൻ്റെ സപ്പോർട്ടൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളൊന്നുമല്ല. ഈ ചെടികളൊക്കെ വേറെ ലെവലാണ്. ഈ ഒരു പെർട്ടിക്കുലർ മരത്തിൻ്റെ പൂവ് തൂവെള്ള നിറത്തിലാണ്, അല്ലെങ്കിൽ എന്താ മിൽക്കി വൈറ്റ് കളറിലാണ് ഈ മരം ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. ഇത് അതിൽ പെട്ട മറ്റൊരു മരമാണ്. ഇത് കുറച്ചും കൂടി വലിയ മരമാണ്. ആ മരത്തിൻ്റെ താഴേക്ക് ഈ പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. ആ കൊഴിഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമൊക്കെ ഒരു വെള്ള പരവതാനി വിരിച്ച പോലെ ആയി മാറുന്നുണ്ട്. ഇത് നമ്മളെ നാട്ടിലൊന്നും നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല. ഇത് മേപ്പിൾ പോലെയുള്ള മരമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആൾക്കാർ അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. പഴയ മുഗൾ കോസ്റ്റ്യൂംസ് ആണ്. മുഗൾ രാജവംശത്തെ നൂർജഹാനൊക്കെ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ്. ഇതിൻ്റെ ആ കളറൊന്ന് നോക്കിയാൽ വെൽവെറ്റ് ക്ലോത്ത്സ് ആണ്. എല്ലാ നിറത്തിലുണ്ട്. ചുവപ്പ്, കറുപ്പ്, വെള്ള, മഞ്ഞ, പച്ച എല്ലാ നിറത്തിലുള്ള മുഗൾ കോസ്റ്റ്യൂംസ് അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓർണമെന്റ്സ് ഉണ്ട്. ഇത് വലിയ വലിയ ഓർണമെന്റ്സ് ആണ്. എക്സ്ക്യൂസ് മീ, ഈ ഓർണമെന്റ്സിന്റെ കൂടെ നിങ്ങൾക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കാം. അത് നമുക്ക് അവർ ധരിക്കാൻ തരും. ടെമ്പററി ആയിട്ട് നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അത് ധരിച്ച് ഫോട്ടോസ് എടുക്കാം, ഫോട്ടോഷൂട്ട് നടത്താം. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ ചെയ്തുതരും. രാമേനെ ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കുകയാണ് നമ്മളെ കാശ്മീരി ചേട്ടൻ. നൂർജഹാൻ ആട്ടെ നീ. ഇവിടെ നൂർജഹാന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഷാലിമാർ ഗാർഡൻ. അറിയാം നമുക്ക്. അപ്പം നിന്നെ നൂർജഹാൻ ആക്കി തരും. നോക്കിക്കോ. ആ ക്യാപ്പ് മാറ്റി, നിന്റെ ക്യാപ്പൊക്കെ മാറ്റി. അതൊന്നും ഇവിടെ വേണ്ട. നീ സൂപ്പർ ക്യാപ്പ് വരും. ഓർഡിനറി ശ്യാമയെ നൂർജഹാൻ ശ്യാമയാക്കി മാറ്റിയിരിക്കുകയാണ്. ശ്യാമയ്ക്ക് ഒരു മഞ്ഞ ഷോളും ഒരു ബ്ലാക്ക് കോസ്റ്റ്യൂമാണ് കിട്ടിയിട്ടുള്ളത്. വാവ്. ശ്യാമയുടെ ആ ജിമിക്കി കമ്മലാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റിലെ. ജിമിക്കി കമ്മലും പിന്നെ ചതുരത്തിലുള്ള ഒരു പാല്, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ്. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് അവർ നമുക്ക് തരും. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനിയൊരു ഫോട്ടോഷൂട്ടാണ്. ആ ഫോട്ടോഷൂട്ട് ഈ ഒരു വെള്ളപ്പൂവിൻ്റെ കീഴിൽ പോയി നിന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ചേട്ടാ ഒന്ന് മാറൂ, ഞങ്ങളൊരു ഫോട്ടോ ഇട്ടെ. യെസ്, അതാ കൊട്ടയും കൂടി പിടിച്ചോ.
ആ ഒറിജിനൽ പൂവാട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, പക്ഷെ അത് ഒറിജിനലാ. ആഹാ ചന്ദ്രസേന മഹാരാജാവ് ജഹാംഗീറാണ്, ജഹാംഗീർ. ഫോട്ടോ എടുക്കുമ്പോ നല്ല രസമായിരുന്നു. പ്രിന്റ് എടുക്കുന്ന സമയത്ത് എത്തിയപ്പോ ഭയങ്കര കത്തിയായിട്ടോ അവരെന്താ വെച്ച് കഴിഞ്ഞാല് 150 രൂപയാണ് ഒരു പ്രിന്റ് ഔട്ടിന് ചോദിക്കുന്നത്. നമ്മളെ കൊണ്ടാണെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോ മൊബൈലിൽ എടുക്കാൻ സമ്മതിച്ചില്ല. ഷാലിമാർ ഗാർഡൻ ഒരുപാട് ദൂരം നീണ്ടു കിടക്കുന്ന ഒരു വലിയ വിശാലമായ ഏരിയ കേട്ടോ. അതിൻ്റെ നടുക്കൂടെ ചെറിയൊരു എന്താ പറയുക അരുവി പോലെ ഒഴുകാൻ വേണ്ടി അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണ് ഒരു കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കനാലിൻ്റെ 2 വശത്തും വലിയ വലിയ മരങ്ങളാണ്. ഈ ഒരു തണുപ്പത്ത് ഈ കാശ്മീരിൻ്റെ മണ്ണിൽ ഈ മരങ്ങൾ, ഇവർ പുതിയ മരങ്ങളും നടുന്നുണ്ട് കേട്ടോ. പഴയ മരങ്ങൾ ആ കാലം കഴിയുമ്പോൾ ചിലപ്പം വീണ് പോവുകയോ നാശമൊക്കെ ചെയ്യുന്നതിന് പകരം ആ പൊസിഷനിൽ ഇതാ ഈ കാണുന്നത് ഒരു ചെറിയ മരമാണ്, തൈയാണ്. അത് അധികം പ്രായമില്ല, മേ ബി ഒരു 5-10 കൊല്ലം പോലും ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കാണുന്നത് ഒരുപാട് വലുതാണ്. അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൃത്യം മനസ്സിലാവും. ഞാൻ വെറുതെ തള്ളിയതല്ല, 365 വർഷം പഴക്കമുണ്ട് അപ്രോക്സിമേറ്റ്ലി എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഈ ബോർഡ് വെച്ച കാലത്താണ്. ഓക്കെ, ചിനാറാണ് ഈ മരം. ഈ മരത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. വാവ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ കൂടി. ഇപ്പോൾ ചിനാർ മരം ഇല പൊഴിച്ച് നിൽക്കുകയാണ്. ആ ഇല പൊഴിച്ച് നിൽക്കുന്ന സമയത്തുള്ള ആ മരത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല പൊഴിച്ച് മരങ്ങൾ നിൽക്കാറില്ലല്ലോ. സോ ഈ മരം ഇപ്പം 365 മേലെ വർഷം പഴക്കത്തിലും നിലനിൽക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ കാലാവസ്ഥയുടെയും ഒക്കെ പ്രത്യേകത കൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കെട്ടിടങ്ങൾ കാണാം. ഇത് മണ്ണ്, കല്ല്, മരം ഇതുകൊണ്ട് ഉണ്ടാക്കിയാണ്. ഒട്ടും കോൺക്രീറ്റ് ഇല്ല, കോൺക്രീറ്റ് തൊടാതെ പഴയ രീതിയിൽ മുഗൾ വാസ്തുശില്പ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനത്തെ ബിൽഡിങ്ങുകൾ ഇതേ ധാരാളം ഉണ്ട്. ഈ ഒരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ആയിരുന്നു ഇത്. ഇപ്പം മാർച്ച് മാസത്തിലായ കാരണം ഇവിടെ വെള്ളം കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഒഴുകാത്തത്. ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ വരുന്ന സമയത്ത് ഇവിടെ മഴക്കാലത്ത് ഈ വാട്ടർ ഫൗണ്ടെയിനിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേറൊരു കാഴ്ചയാണ്, വ്യത്യസ്തമായ വേറൊരു അനുഭവമാണ്. ഇപ്പോൾ നമുക്ക് ഇതാ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന നമ്മളുടെ മുഗൾ ഗാർഡൻ കാണാം, ദൂരെ ഹിമാലയം കാണാം, ഇടയ്ക്കിടയ്ക്ക് മേപ്പിൾ അതേപോലെ പലതരത്തിലുള്ള ചെടികൾ പൂത്ത് നിൽക്കുന്നത് കാണാം. ആ ഗാർഡൻ്റെ ഏറ്റവും മുകളിലുള്ള നല്ല വലിയൊരു കെട്ടിടമാണ് ഈ കാണുന്നത്. ഇത് നല്ല രീതിയിൽ കരിങ്കല്ലുകൊണ്ടൊക്കെയാണ് പണിതിട്ടുള്ളത്. അതിൻ്റെ റൂഫിലും അതേപോലെ എന്തോ കരിങ്കല്ലിൻ്റെ ടൈലുകളാണുള്ളത്. അതൊക്കെ 400 വർഷത്തെ പഴക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇരുവശത്തുമായിട്ടും ഒരുപാട് ഫൗണ്ടെയിൻസ് ഉണ്ട് കേട്ടോ, വാട്ടർ ഫൗണ്ടെയിൻസ് ഉണ്ട്. ആ വാട്ടർ ഫൗണ്ടെയിൻസിൻ്റെയൊക്കെ ചുറ്റിലും നമുക്ക് നടക്കാം. അതിൻ്റെ ഉള്ളിലേക്കും ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കും നമുക്ക് പോകാനുള്ള ഒരു സ്പേസ് കാണാം. ഇത് ഒരു സമചതുരാകൃതിയിലാണ് ഈ ബിൽഡിങ് പണിതിട്ടുള്ളത്. നമ്മളുടെ ഒരു ചിനാർ മരം വീണ് കിടക്കുന്നത് അവർ ഇത് അതേപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പ്രിസർവ് ചെയ്താണോ അല്ലെങ്കിൽ ഇവിടുന്ന് എടുത്ത് മാറ്റാൻ കുറച്ചുകൂടി സാവകാശം വേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിപ്പോൾ അത് അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു അവസരമായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് സിമ്പിളായിട്ട് കയറി പോവാം. ഒരു കോണി പോലെ ഉണ്ട്. യെസ് നമ്മൾ ആ കയറി വരുന്ന വഴിയിൽ കുളങ്ങളാണ്. ഈ കുളങ്ങളുടെ സൈഡിലൂടെ പാലം കയറി നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പില്ലറാണ്. ഈ പില്ലറിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊത്തുപണികൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ മിനുസമാണ് കേട്ടോ, നമുക്ക് കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ആ മിനുസം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇതേപോലത്തെ പില്ലറുകൾ ഒന്നല്ല പലതുണ്ട്. ഇതിലേറ്റവും ഭംഗിയുള്ളൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂഫാണ്. ഒന്ന് നോക്കി, ഇതൊക്കെ 400 വർഷം പഴക്കമുള്ള ചിത്രപ്പണികളാണ്. ചിത്രം വരച്ചിരിക്കുകയാണ്. അത് എല്ലാ ഭാഗത്തും പല രീതിയിലുള്ള കോമ്പിനേഷൻസിൽ മരത്തിലാണ് തോന്നുന്നു ഇതിൻ്റെ റൂഫ് അറേഞ്ച് ചെയ്തിട്ടുള്ള. മരത്തിൽ വരച്ച ചിത്രങ്ങൾ കാണാം. ആ ചുമരിൻ്റെ മുകളിൽ വേറെ ഒരു കളർ ടോണിൽ വേറൊരു ചിത്രം കാണാം. അതായത് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഏരിയ ആണ്. അവിടെ മുഴുവൻ
ഇവരിങ്ങനെ ചിത്രം വരച്ചിട്ടുണ്ട്. വലിയൊരു കെട്ടിടമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു അറ കാണാൻ പറ്റും, ഒരു ഹോള് പോലത്തെ സ്ഥലം. അവിടെയും ഇതേ ചിത്രപ്പണികൾ സ്വർണ്ണ നിറത്തിലൊക്കെ ഇങ്ങനെ സ്വർണ്ണ ചായം കൊണ്ടാണ് അതൊക്കെ വരച്ചുണ്ടാക്കിയിട്ടുള്ളത്. അത് ചുമരിൻ്റെ താഴേക്കുള്ള ഭാഗത്തേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ അങ്ങനത്തെ ചിത്രപ്പണികൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മുഗൾ വാസ്തുവിദ്യയുടെ ഒരു പൊതു സ്വഭാവം. അവർ മിനാരങ്ങളാണ്, ആർച്ചുകളാണ് ഉണ്ടാക്കുക. ആ ആർച്ച് അവരെല്ലാ കോറിഡോറിലും എല്ലാ വാതിലുകളിലും അവർ പാലിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ആ ഒരു പാറ്റേൺ അവർ നിലനിർത്തും. ഇങ്ങോട്ട് നോക്കി, വാ, ഇത് നമ്മൾ വലതുവശത്തുള്ള ഒരു കോറിഡോറാണ്. ആ വലതുവശത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ വന്ന വഴി കാണാം. അവിടെ ദൂരെയാണ് നമ്മളുടെ ആ പ്രവേശന കവാടം ഉള്ളത്. ഇവിടെ 3 സെക്ടേഴ്സാണ്. ഇത് അതിൻ്റെ നടുക്കുള്ള ഭാഗം. ഇതിലൂടെയാണ് വെള്ളം ഒഴുകുന്ന ഫൗണ്ടെയിനൊക്കെ ഉള്ളത്. ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ ഇല്ല. അതൊരു നഷ്ടം തന്നെയാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഴക്കാലത്ത് വരണം. ഇതിൻ്റെ ഇടതുവശത്തുള്ള കോറിഡോർ ഇത് സിമെട്രിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 വശവും ഒരേപോലെയാണ്. നിങ്ങൾക്ക് ഒരു മാറ്റവും കാണില്ല. ഇതിൻ്റെ വശങ്ങളിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിറകു വശത്ത് പോയി കഴിഞ്ഞാൽ മുന്നിലുള്ളത് പോലെ തന്നെ സെയിം പാറ്റേണിൽ മറ്റൊരു ബിൽഡിംഗ് കാണാം, മറ്റൊരു കോറിഡോർ കാണാം. ഇവിടെയും ഉണ്ട് അതേപോലത്തെ പില്ലറുകൾ, കരിങ്കല്ലിൻ്റെ പില്ലറുകളാണ്. ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി തുടങ്ങുന്നത്. വെള്ളത്തിൻ്റെ ആ സ്രോതസ് ഇവിടെയാണ്. ഇവിടെ ധാരാളം മരങ്ങളുണ്ട്, ചിനാർ മരങ്ങളുണ്ട്. നമ്മള് മുഗൾ ഗാർഡനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് നഷ്ടമായിട്ട് തോന്നില്ല. ഇത്രയും വലിയ സ്പേസ് ആണ്. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് നല്ല പ്രൈവസി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. പുറത്ത് അത്യാവശ്യം തിരക്കാണ്, പക്ഷെ ഈ ഒരു സ്ഥലവും അതിനകത്തുള്ള ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് അതിൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ നമുക്ക് ആ ബഹളം, വണ്ടി ഒച്ചയൊക്കെയാണ്. അവിടെ ശാന്തത, ഭയങ്കര സമാധാനം. അത് പീസ്ഫുള്ളായി. നമ്മളുടെ ട്രാവൽ യൂണിയന്റെ ഐക്കൺ ഉണ്ടാക്കാൻ കൊടുത്ത ചേച്ചിമാരെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ട്രാവൽ ഗുനിയ. എങ്ങനെയുണ്ട്? എന്താ ഇതിന് എന്താ വില? ഈ ട്രാവൽ ഗുനിയന്റെ എംബ്ലത്തിന് എന്താ വില? 100 രൂപ. ട്രാവൽ ഗുനിയന്റെ എംബ്ലം 100 രൂപയ്ക്ക് കിട്ടുന്നതാണ് നമ്മുടെ ട്രാവൽ ഗുനിയന്റെ. നിങ്ങൾ വാങ്ങുന്നുണ്ടോ? വാങ്ങിച്ചു. അതെ, ഇവിടെ ഇപ്പൊ ട്രാവൽ ഗുനിയ വന്ന കാര്യം അവർ പറഞ്ഞു. അപ്പൊ അവരെപ്പോ തന്നെ ചെയ്തു. നമുക്കിതാ ഇത് നിറച്ചുണ്ട്. ട്രാവൽ ഗുനിയാണ് മൊത്തം. വളരെ അത്ഭുതമായിരിക്കുന്നു. ശരിക്കും ഇതേപോലെയുള്ള കുട്ടികളുടെ ആ ആർട്ടിസ്റ്റിക് സ്കില്ല് അതിന് നമ്മൾ ചാനലിൽ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ ഇത് വാങ്ങുന്നത്. ഒരു 10 എണ്ണം അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ദീദി. ഓക്കെ, ഞാൻ അവരോട് കുറച്ച് കഷ്ടപ്പെട്ടു പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. എഴുതി കൊടുത്തു, അവർ അതേപോലെ വൃത്തിക്ക് നല്ല ഭംഗിയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതേപോലുള്ള കാഴ്ചകൾ ട്രാവൽ ഗുനിയയിൽ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ.